ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ മെയിൻലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ പറയുന്നതിന് മുൻപ് ഞാൻ ആരാന്ന് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് അനുപല്ലവി അജയ്. ഞാൻ കറൻ്റ്ലി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മളുടെ ചെക്ക് ഇൻ ലഗേജ്, അതായത് നമുക്ക് ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്ന ക്യാബിൻ ലഗേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ചെക്ക് ഇൻ ലഗേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെക്ക് ഇൻ ലഗേജിനെ കുറിച്ചിട്ടും അതിന്റെ വെയിറ്റ് ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടും. ചെക്ക് ഇൻ ലഗേജിനകത്ത് നമുക്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 32 kg ആണ്. 40 kgക്ക് അലവൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പീസിനകത്ത് 32 കിലോയെ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ കയറ്റി വിടാൻ അനുവദിക്കില്ല. ഇത് ഒരു ഇന്റർനാഷണൽ റൂളാണ്, അല്ലാതെ ഞങ്ങളുടെ എയർലൈനോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം പറയുന്നതല്ല. ഇതൊരു ഇന്റർനാഷണൽ റൂളാണ്. നമുക്ക് ബാഗേജ് അലവൻസ് പല രീതിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം 30 കിലോക്ക് എടുക്കാം, അല്ലെങ്കിൽ 20 കിലോക്ക് എടുക്കാം, 40 കിലോക്ക് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എയർലൈൻ ക്ലാസ്സസും എല്ലാം അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എത്രയൊക്കെ അലവൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബാഗിനകത്ത് മാക്സിമം 32. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എത്ര അലവൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കയറ്റി അയക്കാനോ സാധിക്കില്ല. അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതിനു മുൻപേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. യൂഷ്വലി എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം 1 പീസ് 20 അല്ലെങ്കിൽ 1 പീസ് 30 അലവൻസ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഓക്കെ ആണ്. കാരണം ഒരു പീസിൽ നിങ്ങൾക്ക് 20 അല്ലെങ്കിൽ 30 അലവൻസ് എടുത്തിട്ട് അതിൽ താഴെയൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാം, നോ പ്രോബ്ലം. പക്ഷേ 40 ഒക്കെ എടുത്ത് വരുന്നവരുണ്ട്. ഇപ്പൊ ഫാമിലി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലിയിൽ ഇപ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3 മെമ്പേഴ്സിൽ 3 പേർക്കും 2 പീസ് 30 വെച്ചിട്ട് ഇവർ അലവൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വെയിറ്റ് നോക്കുമ്പോൾ 90 കിലോ അവർക്ക് കൊണ്ടുപോകാം. പക്ഷെ ഈ 90 കിലോ കൊണ്ടുപോകുന്നതിൽ ചിലപ്പോൾ ഒക്കെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 90 കിലോ അലവൻസ് ഉണ്ട്, പക്ഷെ 60 kg കൊണ്ടുപോകുന്നുള്ളൂ അല്ലെങ്കിൽ 40 kg കൊണ്ടുപോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം ഈ 40 kg ഒരു ബോക്സിലാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അലോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം നിങ്ങളുടെ അലവൻസ് 90 ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് 40 കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ബാഗിനകത്താണ് 40 ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബാഗിനകത്ത് 32 ആണ് മാക്സിമം. അതിൽ കൂടുതൽ 33 ആണെങ്കിലും 34 ആണെങ്കിലും 35 ആണെങ്കിലും അലോ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. 90 കിലോ അലവൻസ് എടുത്തിട്ടുണ്ട്, 40 കിലോ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, പക്ഷെ 2 പീസ് ആയിട്ടായിരിക്കണം. അതായത് ഇപ്പം ഒരു എണ്ണത്തിൽ 20 കിലോ, വേറൊരു ബാഗിനകത്ത് 20 കിലോ, അല്ലെങ്കിൽ ഒരു ബാഗിനകത്ത് 30 കിലോ, ഒരു ബാഗിനകത്ത് 10 കിലോ, അങ്ങനെ 40, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു ബാഗിനകത്ത് മാക്സിമം 30 or 32 നമുക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു ലേബർ റൂളാണ്, ഇന്റർനാഷണലി ഉള്ള ലേബർ റൂളാണ്. കാരണം നമ്മളുടെ ഈ ഒരു ബാഗേജസ് എല്ലാം ലോഡ് ചെയ്യുന്നത് മാനുവലി ആണ്. അപ്പോൾ ആൾക്കാർ ഈ ഒരു ബാഗ് എടുത്ത് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്കേഴ്സിന്റെ ഹെൽത്ത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്കൊരു മനുഷ്യന് ഒരു 20 kg വരെ നമുക്കൊരു 10 കിലോന്റെ അരിച്ചാക്ക് എടുത്ത് പൊക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ 30 കിലോ എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഹെവി ആയിട്ടുള്ള ഒരു ലഗേജ് ആണ്. ഇതിൽ 30ലും മേലെ, ഇപ്പം നിങ്ങൾ 40 അലവൻസ് എടുത്തു, 40ഉം ഒരു ബാഗിൽ തന്നെ ക്യാരി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു 40 കിലോന്റെ ലഗേജ് എടുത്ത് ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ആളുടെ ഒരു ലോഡ് ചെയ്യുന്ന ആ ഒരു ലേബറിന്റെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുകയാണ്. കാരണം റെഗുലർ ആയിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അയാളുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റീസൺ ആണ്. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു റീസൺ എത്രത്തോളം അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു, ഞാൻ ഡെയിലി ചെല്ലുന്നുണ്ട്, ഡെയിലി ഈ ജോബ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ വർക്കേഴ്സും ഡെയിലി വരുന്നുണ്ട്, ഡെയിലി ഈ ജോബ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെൽത്തിനെയും കൂടി കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എപ്പോ ബാഗ് പാക്ക് ചെയ്യുമ്പോഴും ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം വേറെ വേറെ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ
എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിന് താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കാം. സോ ഇപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഒന്നും മെസ്സേജ് അയക്കാനായിട്ട് മടിയൊന്നും വിചാരിക്കേണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പം ഈ ഒരു ഇൻഫോർമേഷൻ നൽകണം എന്ന് വിചാരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. സോ താങ്ക് യു.